അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ആപ്പിളും പോംഗ്രാനൈറ്റും നാരങ്ങയും അതുപോലെ മിൻറ്റ് ലീവ്സും എല്ലാം ചേർത്തിട്ടാണ് ജ്യൂസ് അടിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു പോംഗ്രാനൈറ്റും ഒരു ആപ്പിളിൻ്റെ പകുതിയും എടുത്തതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4-5 ഇതിൽ മിൻറ്റ് ലീവ്സ് എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിൻറ്റിൻ്റെ ഫ്ലേവർ ഒരുപാട് വേണ്ട, ചെറുതായിട്ട് മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയും ഐസ് ക്യൂബും ആണ്. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് താല്പര്യമുണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടി ചേർത്തടിക്കാം. ഇല്ലെങ്കിൽ ഞാൻ സെർവ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഐസ് ക്യൂബ് ഇട്ടിട്ട് സെർവ് ചെയ്താലും മതി. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ആപ്പിൾ പീസുകളും അതുപോലെ തന്നെ പോംഗ്രാനൈറ്റും മിൻറ്റ് ലീവ്സും ഒരു ചെറുനാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് നിങ്ങൾ ഐസ് ക്യൂബ് ചേർത്തിട്ട് അടിക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കണം എന്നില്ല. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ചെറുനാരങ്ങയുടെ കുരു വീഴാണെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ കയ്പ്പ് വരും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. നമ്മൾ വെള്ളം ചേർക്കും, അതുകൊണ്ട് തന്നെയാണ് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജ്യൂസ് അടിച്ചെടുത്ത് കഴിഞ്ഞു. നമുക്കിതിനെ അരിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 2-3 ഐസ് ക്യൂബ്, എത്ര ഐസ് ക്യൂബ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പോംഗ്രാനൈറ്റും കൂടി നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മിൻറ്റ് ലീഫും കൂടി വെച്ചിട്ട് ഇതൊന്ന് ഭംഗിയാക്കിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോംഗ്രാനൈറ്റും ആപ്പിളും എല്ലാം ചേർന്നിട്ടുള്ള ജ്യൂസ്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും കുടിച്ചു നോക്കുക. ഈ വേനലിൽ ഇപ്പോൾ കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.